ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയും എക്സാം എഴുതാൻ പോകുന്ന അത് ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ 10th പ്രിലിംസ് ആയിക്കോട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള 2026 ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 20 ചോദ്യങ്ങളെ ഉള്ളൂ. പക്ഷേ 20 ചോദ്യങ്ങളും കേരളവുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെയാണ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന 20 ചോദ്യങ്ങളാണ്. വേഗത്തിൽ നോക്കാം, ഒഴിവാക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ടുകൊണ്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? കനൽ എന്നാണ് പേര്. എന്താണ്? സ്ത്രീ ശാക്തീകരണം സുരക്ഷ ആര് നടപ്പിലാക്കുന്നു? വനിതാ ശിശു വികസന വകുപ്പ്. ഏതാണ് ആൻസർ? കനൽ എന്നാണ് ആൻസർ വരുന്നത്. കനൽ. 2, വിദ്യാർത്ഥിനികളെ ആയോധന കലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന പദ്ധതിയാണ് ധീര. അപ്പൊ ധീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിദ്യാർത്ഥിനികളെ, പെൺകുട്ടികളെ ആയോധന കലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ചിട്ട് ഡിഫൻസ് അവരെ അത് സജ്ജമാക്കുന്ന പദ്ധതിയാണ് ധീര. അപ്പൊ സ്ത്രീ ശാക്തീകരണം സുരക്ഷയാണ് കനല്. വിദ്യാർത്ഥിനികളെ ആയോധന കലയിൽ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജമാക്കുന്നത് ധീര. അടുത്തത് നോക്കിക്കേ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. നമ്മുടെ വീണ ജോർജ് മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ആയിരുന്നു വൈബ് ഫോർ വെൽനെസ് എന്ന് പറയുന്നത്. എന്താണ് വൈബ് ഫോർ വെൽനെസ്? ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. നമ്മുടെ ഡെയിലി ലൈഫിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം, ഇപ്പം ഷുഗർ, കൊളസ്ട്രോള് പോലെയുള്ള പ്രശ്നങ്ങൾ. അടുത്ത നോക്കിക്കേ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ആവിഷ്കരിച്ചിട്ടുള്ള പ്രത്യേക ശാസ്ത്ര പരിശീലന പരിപാടി ഇമ്പോർട്ടന്റ് ആണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ISRO വികസിപ്പിച്ചിട്ടുള്ള പ്രത്യേക ശാസ്ത്ര പരിശീലന പരിപാടിയാണ് യുവിക എന്ന് ഓർത്തു വെച്ചേക്കുക. ഫുൾ നെയിം യുവ വിജ്ഞാനി കാര്യക്രം. എന്താണ്? യുവ വിജ്ഞാനി കാര്യക്രം അഥവാ യുവിക. സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആവിഷ്കരിച്ചിട്ടുള്ള പ്രത്യേക ശാസ്ത്ര പരിശീലന പരിപാടിയാണിത്. നെക്സ്റ്റ് ചോദ്യം. നക്ഷത്ര നിരീക്ഷണത്തിനായിട്ട് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചത് ഇമ്പോർട്ടന്റ് ആണ്. നക്ഷത്ര നിരീക്ഷണത്തിനായിട്ട് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണ്. കൊല്ലിമല. നെക്സ്റ്റ് നോക്കിക്കേ. ഗഗയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ISROയുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ സജ്ജമായ ഓസ്ട്രേലിയൻ ദ്വീപ്. ISROയുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ സജ്ജമായിട്ടുള്ള ഓസ്ട്രേലിയൻ ദ്വീപ് ഉണ്ട്. എന്തിന്റെ ഭാഗമാണ്? ഗഗയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട്. ആൻസർ നോക്കാം. കൊക്കോസ് ആണ്. കൊക്കോസ് ദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊക്കോസ് ദ്വീപാണ് ഗഗയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ISROയുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ സജ്ജമായ ഓസ്ട്രേലിയൻ ദ്വീപ്. നെക്സ്റ്റ് നോക്കാം. കേരളത്തില് കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര എന്ന് പറയും. കേരയുടെ ഫുൾ നെയിം എന്താണ്? കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്ട്. കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര. നെക്സ്റ്റ് നോക്കിക്കേ. രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കുമായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് നിഴൽ. അപ്പൊ രാത്രിയിലാണെന്ന് ഓർക്കുക. ആർക്ക് വേണ്ടി? സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി. ആരാ നടപ്പിലാക്കുന്നത്? കേരള പോലീസ്. അരി ഉൽപാദനത്തില് ചൈനയെ മറികടന്ന് ആഗോളതലത്തിൽ ഇപ്പൊ ഒന്നാമതെത്തിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അരി ഉൽപാദനത്തിൽ ചൈനയായിരുന്നു ഫസ്റ്റ്, ഇപ്പൊ നമ്മളാണ്. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തില് 2025 നാഷണൽ പ്രോജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രോജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അടുത്തത് 2026 ജനുവരിയില് മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റിരിക്കുന്നതാണ് സുനേത്ര പവാർ. ഇമ്പോർട്ടന്റ് ആണ് സുനേത്ര പവാർ. സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് തീരുമാനിച്ച ഒരു സംസ്ഥാനമുണ്ട്. ഏതാ? കർണാടക. മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്കും ആരുടെ പേരാണ്? മഹാത്മാഗാന്ധിയുടെ പേര് തീരുമാനിച്ചിരിക്കുന്നത് കർണാടക. രാഷ്ട്രപതി ഭവനില് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പുതിയ ലൈബ്രറിയുടെ പേരെന്താ? ഗ്രന്ഥകുടീർ. എന്താണ്? ഗ്രന്ഥകുടീർ. അടുത്തത് കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ ഒരു സർഗോത്സവം ഉണ്ട്. അതിന്റെ പേരെന്താ? സവിശേഷ.
നെക്സ്റ്റ്, കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കുന്ന പുതിയ ബ്രാൻഡാണ് കെ ഇനം. എന്താണ്? കെ ഇനം. നെക്സ്റ്റ്, കവി കെ സച്ചിദാനന്ദന്റെ ആത്മകഥ ഇമ്പോർട്ടന്റ് ആണ്, അവിരാമം. എന്താണ്? അവിരാമം. ലാസ്റ്റ് വൺ ആണ് 2026 റിപ്പബ്ലിക് പരേഡിന്റെ, ഒന്നുകൂടെ ഉണ്ട്, റിപ്പബ്ലിക് പരേഡിന്റെ പ്രധാനപ്പെട്ട പ്രമേയം ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ, അതാണ് 2026 ജനുവരി 26 പ്രധാനപ്പെട്ട പ്രമേയം. അതുപോലെ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംരക്ഷിത വനമേഖലയായ ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്ന പേര് മാറ്റിയിട്ടുണ്ട്, ആറളം ചിത്രശലഭ സങ്കേതം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അടുത്തത് 2026 റിപ്പബ്ലിക് ദിനത്തിന്റെ ഔദ്യോഗിക അതിഥികൾ PSC മുമ്പേയും ചോദിച്ചിട്ടുണ്ട്, ഇപ്രാവശ്യവും ചോദിച്ചാൽ എഴുതണം. ഉർസുല വോൺ ഡെ ലയൻ യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷയും അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിൽ അധ്യക്ഷനായിട്ടുള്ള 2 പേരാണ്. ഒന്ന് ഉർസുല വോൺ ഡെ ലയനും അന്റോണിയോ കോസ്റ്റ. ഇവരായിരുന്നു 2026 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക അതിഥികൾ. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.